താഴെ മാത്രമേ താക്കോലില്ല. വാ. ഒന്നര കൊല്ലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയ തലവരെ പാവക്കുട്ടിയെ കൊണ്ട് അവൻ അവള് രക്ഷപ്പെട്ടു. അയ്യോ, എന്റെ 9 ലക്ഷം അവര് മെഴുങ്ങിയോ? പടച്ചോനെ, നല്ല ബലമുള്ള പൂട്ടാ. അടുത്തെങ്ങും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല. അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അടുത്ത വീട്ടുകാർ പറഞ്ഞു. അവർക്ക് കുട്ടിയായി. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോയിരിക്കാം. പൊട്ടൻ. അന്ന് തന്നെ നേരാമണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായേനെ. ഇവന്റെ തലയും രക്ഷപ്പെട്ടേനെ. അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത്. ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയാ? ഇവരൊക്കെ ആരാ? അന്തോ ഭ്രാന്തായി. ആ താല്പട്ടെ, ഞങ്ങളൊക്കെ നിന്റെ ആത്മസുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞായൻ മുസ്തഫ. ഈ പ്രാന്തനാരാ? സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്. അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും. അതിന്റെ വയറ്റിലെ രക്തങ്ങൾ വിറ്റ് ഇവനെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ട് ചികിത്സിക്കും. അതവളല്ലേ? അവളോ? ഏതവള്? അവരിവിടെ വന്നിട്ടുണ്ട്. ആര്? ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന് ജേട്ടനെ കുത്തിയില്ലേ, അവന്മാരെ ഞാൻ താഴത്ത് കണ്ടു. ദാസാ, അവിടെ ആരും ഇല്ലല്ലോ. ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും. അല്ലെങ്കിൽ അവർ ബോംബെ ഇവളുടെ പിന്നാലെ ഇവിടെ വരുന്നതിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാനും കൂടെ വന്നാ അത് ആരെങ്കിലും കണ്ടാൽ പിന്നെയും പ്രശ്നമാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി നമുക്കും കൂടെ പോവാൻ സാറേ. അങ്ങനെ വല്ലവരും ഉണ്ടെങ്കിൽ അത് ആരാണ് നമുക്കൊന്ന് അറിയാലോ. ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട്, അത് തീർച്ച. എന്താണ് തിരിഞ്ഞടിക്കണേ? ഇവിടെ കിട്ടിയോ? എന്നാ പിടിച്ചോ. ഞാൻ ഇത്ര അടുത്ത കണ്ടാടാ, അപ്പോഴേക്കും പോയി കളഞ്ഞു. എന്നാ കൈ നീര് പിടിച്ചുകൂടായിരുന്നു? കൈക്ക് എന്നെക്കാൾ നീളമുണ്ടല്ലോ. പിടിക്കും, ഈ കൈ കൊണ്ട് തന്നെ പിടിക്കും. പ്രശ്നമല്ല, അവള് ചിലപ്പോ നമ്മളെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഈ വേഷം ഒന്ന് മാറണം. ഇപ്പോഴല്ല, നമുക്ക് ഉടനെ മാറണം. പിന്നെ എന്നിട്ട് അവളുടെ വീട് കണ്ടുപിടിക്കാം. ബോംബെയിൽ അന്വേഷിച്ചപ്പോ അടുത്ത വീട്ടുകാർ അവളുടെ പേരെന്തെന്നാ പറഞ്ഞത്? നല്ല പേരാ, പുക പോലെയാ. ഞാനത് മറന്നു. ഞാനും മറന്ന്. അല്ലെങ്കിൽ പേരെന്തിനാ? അവളെ കിട്ടിയ പോരെ. എന്നവാ ഒന്ന് നിർത്തണോ? അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. കൊത്താമോ? ഒന്ന് വേണോ? ഹൃദയം. അമ്മിക്കല്ല് കൊത്താനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിൽക്കാനുണ്ട്. പിടിച്ചോ. നമ്മുടെ പാവക്കുട്ടിയെ തട്ടിയെടുത്ത മായ എന്ന പെൺകുട്ടിയുടെ വീടാണിത്. പാവക്കുട്ടി ഇവിടെ ഉണ്ട്. നമുക്ക് തട്ടിയെടുക്കാം. ചാടിക്കോ. എനിക്കെന്നും പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ ഈശ്വര.
ഒരു ഒടുക്കലത്ത വെള്ളം കൂടി തീരുന്ന ലക്ഷണമില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കടലാസ് എടുത്ത് അതിൽ മുൻവശത്തെ വാതിൽ തുറക്കുന്ന ഒരു മെസ്സേജ് എഴുതി ഒരു കല്ലെടുത്ത് ചുരുട്ടി മായയുടെ മുറിയിലേക്ക് എറിയ. അവള് വാതിൽ തുറക്കും, നമുക്ക് അതിലൂടെ കയറാം. അയ്യോ, വെള്ളം ദാഹിച്ചിട്ട് വയ്യ. ഇത് വെള്ളം കുടിക്കുന്ന നേരമാണ് നമുക്ക്. ഇതെന്താ ഹോട്ട് വാട്ടറോ? ഒരുമാതിരി അരിഷ്ടത്തിന്റെ മണം. ഈ വെള്ളം എന്താ ഇങ്ങനെ? പാപ്പ മോനെ ആൽഫ്രഡേ, മോൻ ബഹളം വെക്കാതെ വിടുന്നില്ലേ? വാപ്പ് പോയി പാക്കുട്ടി എടുത്തിട്ട് വരാൻ. ഉമ്മ മുൻവശത്തെ വാതിൽ തുറക്ക്, ഞാനിതാ കാത്തിരിക്കുന്നു. മോളെ മോളെ, എന്താ? ദേ കത്ത് വന്നിട്ടുണ്ട്, വാതിൽ തുറന്നു കൊടുക്കാൻ. അകത്തേക്ക് വന്നോളാം. എന്താ? എടീ, സത്യം പറ ചെറ്റ്, വാതിൽ തുറന്നു കൊടുക്കാൻ. അല്ലെങ്കിൽ വേണ്ട, അവനെ കൊന്നിട്ട് ഞാൻ നിന്നെ കൊല്ലാം. നീ ആരടി നീ? ഇത്തിരി മൂത്ത പോകുന്ന എനിക്കെന്തായാലും കുറവ്. എന്തായി? 4-5 കടലാസ് എല്ലാ മുറിയിലും പറത്തിയിട്ടുണ്ട്. ചാച്ചിയുടെ മുറി അതാണെന്ന് ഒരു പിടിയില്ല. കഷ്ടമായില്ല. കിട്ടിയോ? ഇല്ലെന്ന്, വാതിലൊന്നും തുറന്നു കിട്ടില്ല. ഏതാടാ ഒരു സ്ത്രീ? യക്ഷിയാണെന്ന് തോന്നുന്നത്. വല്ലാത്ത ശബ്ദം. നല്ല മുറി, നല്ല കിടക്കാം. എനിക്ക് കിടക്കാം. എന്റെ വസുമതി. ആൽഫ്രഡോടെ എവിടെ? ഞാനില്ലേ? ചേച്ചി, ചേച്ചി, ഈ ചേച്ചിയുടെ പേരെന്താ? ഇതാര്? നോക്കി പേടിപ്പിക്കണ്ട, എനിക്കിനി ഇത് പറ്റില്ല. കുഞ്ഞിന് മുല കൊടുക്കണമെങ്കിൽ ഭാര്യ ഗുജറാത്തി സാരി കൊടുക്കണമെന്ന് വെച്ചാ ഈ ഗതികേടിനെ നീട്ടിക്കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതിലും നല്ല ആത്മഹത്യ ചെയ്യുന്നതാ. രാത്രി മുഴുവൻ ആ വീട്ടിൽ ആൾക്കാർക്കെന്താ പ്രേതബാധയുണ്ടോ? ഒറ്റെണ്ണത്തിന് രാത്രി ഉറക്കമില്ല. രാത്രി മുഴുവൻ നിലവിളിയും ബഹളവും വെള്ളം കുടിയും പരക്കം പാച്ചിലും. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് തൊട്ടിട്ട് എത്ര ദിവസമായിന്നറിയോ? ജയേട്ടൻ എന്തിനാ നിലവിളിച്ചത്? ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പിന്നെ നിലവിളിക്കാതെ. നിന്റെ ഏതോ ഒരു അമ്മാവൻ അമ്മാവിയുടെ പാവാട കൊടുത്ത് പാതിരാത്രി കൊന്നതാ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് കുഞ്ഞിനെ ചോദിച്ചു. പിന്നെ മനുഷ്യൻ പേടിക്കാതിരിക്കോ? ഞാൻ പറഞ്ഞില്ലേ, മടുത്തു. ഭാര്യയും കുഞ്ഞിനെ അടുത്ത് കിട്ടണമെങ്കിൽ ഞാൻ ഈ കളി നിർത്തണം. നമുക്ക് തിരിച്ചു പോവാം. സത്യം പറ, ഇവിടെ വന്ന പിന്നെ ഏതെങ്കിലും ഒരു രാത്രി നീ മനസമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ മോളെ താലോലിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പോയാ ഈ ജന്മം മോളെ നീ നേരാമണം കാണാൻ പോകുന്നില്ല. അമ്മ ആരാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തി ആണെന്ന് പറയേണ്ട ഗതികേട് നമ്മുടെ മോക്കും വരും. ഇതാ ഞാൻ പറഞ്ഞത്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ 2 കൊല്ലത്തിനിടയ്ക്ക് നീ എപ്പോഴെങ്കിലും കരഞ്ഞിട്ടുണ്ടോ? മായമോളെ, മായക്കുട്ടിയെ. നിന്റെ ചെറിയ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? മായമോൾ ഇവിടേക്ക് വന്നാ? ഇല്ല. പിന്നിത് എവിടെ പോയി? അവർക്ക് എന്തോ ഒരു സംശയമുള്ള പോലെ.
മായേ, മായ മോളെ. എവിടെ പോയി? അപ്പൊ മായ എവിടെ പോയി അളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല ശിവൻകുട്ടിയും കാണാനില്ലേ. അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി, അവൻ പോയി. അവളെ കൊണ്ടുപോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായ മോളെ. ശിവൻകുട്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്തെ വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലി ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷേത്രത്താണ് ഞാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. അയ്യോ, എന്റെ കുഞ്ഞിനെ തല്ലി. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരം നിങ്ങൾ കാണിക്കുന്നത്? അന്തസ്സും ആഭിജാതിയുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലി ആർക്കാ അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവളെ അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായന നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു.